ഭീഷണികൾക്ക് അതിരുകളുണ്ട്, പ്രതിരോധത്തിന് അതിരുകളില്ല. ട്രംപിന്റെ മുന്നറിയിപ്പുകൾക്ക് മുന്നിൽ ഇറാൻ ഇപ്പോഴും മുട്ടുമടക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം നാലുപാടും ഉയരുകയാണ്. ലോകത്തെ വിറപ്പിക്കാൻ ഒരു പ്രസ്താവന മതി എന്നായിരുന്നു ഒരു കാലത്ത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ശക്തിയെക്കുറിച്ചുള്ള പൊതുബോധം. വൈറ്റ് ഹൌസിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് വന്നാൽ പല രാജ്യങ്ങളും നിലപാട് മാറ്റിയിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമി മറ്റൊരു യാഥാർത്ഥ്യമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഭീഷണികൾ മുഴങ്ങുന്നു, മിസൈലുകൾ പായുന്നു, മറുപടികൾ എത്തുന്നു. എന്നാൽ യുദ്ധം അവസാനിക്കുന്നില്ല. അതാണ് ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഡൊണാൾഡ് ട്രംപ് കടുത്ത മുന്നറിയിപ്പുകൾ ആവർത്തിച്ചിട്ടും ഇറാൻ തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് സമീപകാല സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ സൈനികവും തന്ത്രപരവുമായ പ്രതികരണങ്ങൾ തുടരുകയാണ്. അതേസമയം സൈനിക നടപടികൾക്കൊപ്പം നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുവെന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നത്. ഇടക്കാല വെടിനിർത്തൽ കരാറിനെയും അത് അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെയും തുലാസിലാക്കി പശ്ചിമേഷ്യയിൽ ആക്രമണ പ്രത്യാക്രമണം തുടരുകയാണ് യുഎസും ഇറാനും. പരസ്പരം വെടിനിർത്തൽ ലംഘനം ആരോപിച്ചാണ് ആക്രമണങ്ങൾ. ചരക്കുകപ്പൽ ആക്രമിച്ചതിനുള്ള മറുപടി എന്ന് പറഞ്ഞ് ഇറാന്റെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, ആശയവിനിമയ സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ സംഭരണ കേന്ദ്രം, കടൽ മൈനുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവ ശനിയാഴ്ച യുഎസ് ആക്രമിച്ചു. തെക്കൻ ഇറാനിലെ സിറിക്കിൽ സ്ഫോടനമുണ്ടായി. പിന്നാലെ യുഎസിന് സൈനിക നടപടിയിലൂടെ ബാക്കി ദൌത്യം പൂർത്തിയാക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകി. അതുകഴിഞ്ഞാണ് ഇറാൻ എന്ന രാജ്യം കാണില്ല എന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത്. ട്രംപിന്റെ ഭീഷണി ഉണ്ടായി ഒരു മണിക്കൂറിനകം കുവൈറ്റിലെയും ബഹ്റിനിലെയും യുഎസ് താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും വ്യോമാക്രമണം നടത്തി. അൽ അസദ് വ്യോമതാവളം ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ കുവൈറ്റ് സൈന്യം നിർവീര്യമാക്കി. ഇറാന്റെ ആക്രമണത്തിൽ സേനാ താവളങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടില്ല എന്നും ആർക്കും പരിക്കില്ല എന്നും മുതിർന്ന യുഎസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാൻ ആക്രമണത്തിൽ ബഹ്റിനിലെ മഹ്റാഖ് പ്രവിശ്യയിൽ 8 നില പാർപ്പിട കേന്ദ്രത്തിന് കേടുപറ്റിയെന്നാണ് വിവരം. ജൂൺ 17 ഇടക്കാല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടെ തൽക്കാലത്തേക്ക് അയഞ്ഞ സംഘർഷം വ്യാഴാഴ്ച ഒമാൻ തീരത്ത് ചരക്കുകപ്പൽ ആക്രമിക്കപ്പെട്ടതോടെയാണ് വീണ്ടും ശക്തി പ്രാപിച്ചത്. ശനിയാഴ്ച പനമ പതാകയുള്ള മറ്റൊരു കപ്പൽ കൂടി ആക്രമണത്തിനിരയായി. 2 സംഭവങ്ങൾക്കും പിന്നിൽ ഇറാനാണെന്ന് പറഞ്ഞാണ് വെള്ളിയാഴ്ച യുഎസ് ആക്രമണം പുനരാരംഭിച്ചത്. വെടിനിർത്തൽ കരാർ മാനിക്കാൻ ഇറാൻ അവസരം നൽകിയെന്നും എന്നാൽ മാനിക്കേണ്ട എന്നാണ് അവരുടെ തീരുമാനമെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് ആരോപിച്ചു. യുഎസ് വെടിനിർത്തൽ ലംഘിച്ചുവെന്നും ആക്രമണം തുടർന്നാൽ നയതന്ത്ര ശ്രമങ്ങളും ചർച്ചകളും പൂർണ്ണമായി നിർത്തിവെക്കുമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലെ യുഎസ് സേനാ താവളങ്ങളിൽ നരകതുല്യമായ അവസ്ഥയുണ്ടാകുമെന്നാണ് IRGCയുടെ നാവിക കമാൻഡിന്റെ ഭീഷണി. UN രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്ന് ആക്രമണത്തിന് ഇറാനെ ഉത്തരവാദിയാക്കണമെന്ന് ബഹ്റൈൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനും യുഎസും ആക്രമണങ്ങൾ സ്ഥിരമായി നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് 14 നിർദ്ദേശങ്ങളടങ്ങിയ ഇടക്കാല കരാർ. ഈ യുദ്ധം തെളിയിച്ച മറ്റൊരു കാര്യമുണ്ട്. ആധുനിക യുദ്ധങ്ങളിൽ വെറും സൈനിക ശക്തി മാത്രം മതിയാകില്ല എന്നുള്ളത്. സാമ്പത്തിക ഉപരോധം, സമുദ്രമാർഗങ്ങളുടെ നിയന്ത്രണം, സഖ്യരാഷ്ട്രീയം, ആഭ്യന്തര പ്രതിരോധ ശേഷി, ദീർഘകാല തന്ത്രം ഇവയെല്ലാം ഒരുപോലെ നിർണായകമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെങ്കിലും ഇറാൻ സ്വന്തം ഭൂപ്രദേശവും പ്രാദേശിക സ്വാധീനവും ഉപയോഗിച്ച് ശക്തമായ പ്രതിരോധം കാഴ്ചവെക്കുകയാണ്. യുദ്ധം നീളുംതോറും വിജയവും പരാജയവും നിർവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഓരോ ആക്രമണത്തിനും മറുപടി വരുന്നു, ഓരോ മുന്നറിയിപ്പിനും പുതിയ പ്രതിരോധം ഉയരുന്നു. അതിനാൽ ശക്തമായ പ്രസ്താവനകൾ മാത്രം യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കില്ല എന്ന പാഠമാണ് ഈ സംഘർഷം നൽകുന്നത്. അതേസമയം ഏറ്റവും വലിയ വില നൽകുന്നത് സാധാരണ ജനങ്ങളാണ്. നഗരങ്ങൾ ഭീതിയിലാവുന്നു, വ്യാപാര പാതകൾ തടസ്സപ്പെടുന്നു, എണ്ണ വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിക്കുന്നു, ആഗോള സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലാകുന്നു. യുദ്ധം ഒരിക്കലും ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങുന്നില്ല. അതിന്റെ ആഘാതം ലോകമെമ്പാടും അതിവേഗം വ്യാപിക്കും. അവസാനം ഈ യുദ്ധം ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമാണ്. സൈനിക ശക്തിയുടെ ഭാഷ മാത്രമാണോ ലോകത്തെ നയിക്കുക, അല്ലെങ്കിൽ നയതന്ത്രത്തിനും ഒത്തുതീർപ്പിനും വീണ്ടും ഇടമുണ്ടാകുമോ? കാരണം യുദ്ധം നീളുന്ന ഓരോ ദിവസവും വിജയം ആഘോഷിക്കുന്നവരെക്കാൾ നഷ്ടങ്ങൾ എണ്ണുന്നവരുടെ എണ്ണം മാത്രമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്.